അമ്മാച്ചി കഴിച്ചു നോക്ക്. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇതങ്ങോട്ട് ഇടുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറ്റുവാള ഉണ്ടാക്കുന്നതാണ്. ആറ്റുവാള എൻ്റെ കുളത്തിൽ എൻ്റെ അമ്മ ഇട്ട് നോക്കി, എന്നിട്ട് 2 അടി കൊടുത്തു. അപ്പോൾ അതിങ്ങനെ ആയിപ്പോകുന്നു. എങ്ങനെ ആയിപ്പോയി? അതിന് ചെറിയ ജീവൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ കൊണ്ടുവന്നപ്പോ? എന്നിട്ട് നമ്മൾ ടാങ്കിലെടുത്ത് ഇട്ട് നോക്കി, പക്ഷെ ജീവിച്ചില്ല, ചത്തുപോയി. ഇങ്ങനെ വരുവായിരുന്നു, ഓരോ സൈഡിലോട്ട് ഇങ്ങനെ മുങ്ങി പോകും. അപ്പൊ അത് ചത്തുപോയി. ഞാൻ മീനുകളെ തിരിച്ചെടുത്തോണ്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കാം. നമുക്ക് ആദ്യം എല്ലാരെയും ആ ഫ്രൈ ഉണ്ടാക്കുന്ന കാണിക്കണ്ടേ? ഫ്രൈ തീർന്നല്ലോ. തീർന്നില്ല, നമുക്ക് ഉണ്ടാക്കി വെച്ചത് കാണിക്കണ്ടേ? ഇനി വാ. നല്ല മീൻകാരൻ ലുക്കാട്ടോ. മീൻവെള്ളം മീനെ തറയിൽ വെച്ച എനിക്ക് മമ്മിയും പെണ്ണുപിള്ള എല്ലാവരും പാടി തന്നെയാണ്. ഇവിടെ മൊത്തം വൃത്തികേടായി. മലയാളി വാടേ നിനക്ക് പാചകം ചെയ്യാന്ന് പറയട്ടെ. നീ വലിയ കാറ്ററിംഗ് നടത്തുന്നവനല്ലേ? അങ്ങോട്ട് നടക്ക്. ഷാർക്കിന്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് കേട്ടണേ. അതിനെന്ത് ചെയ്യണ്ടേ? വളർത്തണം. എങ്ങനെ വളർത്തണം? എടുത്തിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ തോന്നുന്നില്ല. അതെന്നാ തോന്നാത്തേ? എന്റെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ട്. ഉണ്ടോ? അതിനെ വേട്ടല്ലേ, അതിന്റെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ട്. അത് പ്രസവിക്കട്ടെ. അയ്യോ, ശ്വാസം വിടുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. റെഡിയാക്കാൻ ചത്തുപോകുന്നതിന് എന്ത് ചെയ്യും? കൊടുക്കുന്നേ. മീനിന് നല്ല കട്ടിയാണല്ലേ? തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. ഞങ്ങള് മീനെല്ലാം സെറ്റ് ചെയ്ത് മമ്മി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ മീനും കട്ട് ചെയ്ത്. ഇനി ഇന്ന് വൈകുന്നേരത്തേക്ക് ഫ്രൈ ചെയ്യും. തലയും ബാക്കി ഒരു മീനോട്ട് നാളെ കറിയും വെക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇന്ന് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് കാണിക്കുന്നത്.
ആ ഗുഡ് ഗേൾ. എന്റെ മീൻ തയ്യാറായോ? നിന്റെ മീൻ തയ്യാറായില്ല. നല്ല കല്ലുപ്പൊട്ട് ഇനി കഴുകണം. മമ്മി മീനെല്ലാം നല്ലതുപോലെ വെട്ടി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ നല്ലതുപോലെ കഴുകി ഇനിയിപ്പോൾ അതിന് കറി വെക്കാനും വറക്കാനും ഉള്ള പീസാക്കിയാണ് മമ്മി. ഇത് നാളെ കറി വെക്കാൻ, ഇതിപ്പോൾ വറക്കാൻ. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വറക്കുന്ന പീസിൻ്റെ കനം കുറച്ചുകൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൂടെ ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന് മസാല പുരട്ടാം. എന്തൊക്കെയാണ് മീൻ? മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി. നമ്മൾ 3 ആറ്റുവാള എടുത്തിട്ടുണ്ട്. ആറ്റുവാളയായിരുന്നത്. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ശകല ഉലുവാപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, ഉപ്പുപൊടി. മറ്റേ എണ്ണ വയ്ക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അരപ്പ് പിടിക്കണം. സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താലോ? ഫുൾ ടൈം ഡാഡി ഫുൾ ടൈം റെസ്റ്റ് ആണെന്ന്. ആണോ? അല്ല അവനറിയാം. അല്ലേ? നിമ്മോലെ ഒരു ഹായ് പറ. അവൾ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ചാടി നിൽക്കുക. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഓക്കേ. മീനെടുത്ത് അങ്ങോട്ട് ഇടുന്നു. അത് തന്നെ, സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ കൈ പൊള്ളും. എല്ലാരോടും പറ. കറു മുറാന്ന് തിന്നുന്നതാണ്. ഇതിന്റെ മീനിന്റെ പേരെന്താ ചേച്ചി? ആറ്റുവാള നമുക്ക് സ്പോൺസർ ചെയ്തത് അച്ചയൻസ് വ്ലോഗാണ്. അച്ചയൻസ് വ്ലോഗ് 5 മീൻ കൊണ്ട് തന്നിട്ടുണ്ട്. എവിടാണ്ട് വ്ലോഗ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ്. ആരെങ്കിലും അച്ചയൻസ് വ്ലോഗ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ അളിയൻ്റെ ചാനലാണ്. ഈ ഫാം മേഖലയിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഫിഷ് ഫാം അങ്ങനെയുള്ള മേഖലയിലുള്ള വീഡിയോ ചെയ്യുന്നതാണ് അവരുടെ മെയിൻ. നമുക്കിത് മറിച്ചിടാം. മീനെല്ലാം വറുത്ത് പാത്രത്തിലേക്ക് കോരിയിടുകയാണ്. നല്ല കളറ്. വാവ്.
ഡാഡി പൊന്നെ എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞേ. എങ്ങനുണ്ട്? സൂപ്പർ. ആർക്കാ താങ്ക്സ് പറയണ്ടേ? ഓ വെരി ഗുഡ്. അമ്മച്ചി വന്നു. ചോറും കറികളും എല്ലാം സെറ്റായിട്ടുണ്ട്. വൈകുന്നേരമാണ്. അമ്മച്ചി കഴിച്ചു നോക്ക്. സൂപ്പർ. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. എങ്ങനുണ്ട്? എങ്ങനുണ്ടാ? അടിപൊളിയാണ്. ഇതിന്റെ അടിയതാ. അപ്പൊ നമ്മുടെ മീനൊക്കെ ദേശീയ നോക്കാം. ഒരു മിനിറ്റ് പറയട്ടെ. നമ്മുടെ മീനെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളി. ഒരു രക്ഷയില്ല. എണ്ണയിൽ അങ്ങോട്ട് ഇതാക്കിയത് കൊണ്ട് ആ എണ്ണയുടെ ടേസ്റ്റും മീനിന്റെ ടേസ്റ്റും ആ കുരുമുളകിന്റെ ടേസ്റ്റും എല്ലാം എരിവും എല്ലാം കൃത്യമാണ്. ഫുഡ് കഴിക്കാം.